നമസ്കാരം. നമ്മുടെ ഭാരതം കണ്ട എക്കാലത്തെയും മഹാന്മാരായ മാധ്യമപ്രവർത്തകരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ അതിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ അന്തരിക്കുകയും ആരുമറിയാതെ ശാന്തി കവാടത്തിൽ ദഹിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ എക്കാലത്തെയും കരുത്തയായ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോട് നേരിട്ട് ശണ്ട കൂടാൻ, അതിൻ്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ, അടിയന്തരാവസ്ഥയ്ക്കെതിരെ തൂലിക കൊണ്ട് ചലിപ്പിക്കാൻ ഒക്കെ കരുത്തുകാട്ടിയ അത്യപൂർവ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു കൊല്ലംകാരനായ BRP ഭാസ്കർ, അല്ലെങ്കിൽ ബാബു രാജേന്ദ്ര ഭാസ്കർ. പിതാവ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നയാളും സ്വന്തമായി കേരളത്തിൽ ആദ്യമായി പത്രം നടത്തിയിരുന്നവരിൽ ഒരാളുമായിരുന്നു. ഹിന്ദുവും പയനിയറും പാട്രിയറ്റും മുതൽ രാജ്യത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും പണിയെടുക്കുകയും ഒടുവിൽ UNI എന്ന വാർത്താ ഏജൻസിയുടെ രാജ്യത്തെ ഏക ന്യൂസ് എഡിറ്ററായി മാറുകയും ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളോട് വിയോജിച്ചതിൻ്റെ പേരിൽ കശ്മീരിലേക്ക് സ്ഥലം മാറ്റപ്പെടുകയും ചെയ്ത അസാധാരണമായ ചരിത്രമുള്ള ലോകരാഷ്ട്രത്തലവന്മാരോട് പോലും അടുപ്പമുള്ള ഒരു മഹാനായിരുന്നു BRP ഭാസ്കർ. എന്നാൽ അദ്ദേഹം ഒരിക്കലും തൻ്റെ സ്വാധീനമോ അറിവോ തൻ്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കാതിരുന്നതുകൊണ്ട് ഒരു സാധാരണക്കാരനായി ജീവിച്ചു പോന്നു. 60 വയസ്സായപ്പോൾ റിട്ടയർമെൻറ്റ് വാങ്ങി കേരളത്തിലേക്ക് മടങ്ങിയത് ഈ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവാതിരിക്കാനുള്ള നീക്കങ്ങൾ പിണറായി നടത്തിയപ്പോൾ അത് വെട്ടിയതും VSനെ ആ കസര ഉറപ്പിച്ചതുമൊക്കെ BRP ഭാസ്കറായിരുന്നു. പക്ഷെ ഒരു ചായ പോലും ആരോടും വാങ്ങിക്കുടിച്ചിട്ടില്ലാത്ത, 1 രൂപ പോലും ആരോടും വാങ്ങിയിട്ടില്ലാത്ത മഹാനായ മനുഷ്യൻ ലളിത ജീവിതം നയിച്ച് മുമ്പോട്ട് പോയി. റിട്ടയർമെൻറ്റിന് ശേഷം ദളിത്, ആദിവാസി പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തായിരുന്നു ബാബു ഭാസ്കർ ജീവിച്ചത്. ആ ഇടയ്ക്കാണ് ദൂരദർശനിൽ നിന്നും രാജിവെച്ച് ശശികുമാർ ഏഷ്യാനെറ്റ് തുടങ്ങാൻ തൻ്റെ അമ്മാവനായ റെജി മേനോന്റെ സഹായത്തോടെ ശ്രമിക്കുന്നത്. ഏഷ്യാനെറ്റ് തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ മലയാളികൾ എക്കാലത്തും ആദരവോടെ കാണുന്ന സാഹിത്യകാരന്മാരായ P ഭാസ്കരനും സക്കറിയയും N മോഹനനും ഒപ്പം ഏഷ്യാനെറ്റിൻ്റെ തുടക്കത്തിന് ചുക്കാൻ പിടിച്ചത് BRP ഭാസ്കറുമായിരുന്നു. കേവലം 2000 രൂപ പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ഡയറക്ടറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പിന്നീട് ശശികുമാർ ഏഷ്യാനെറ്റ് റെജി മേനോന് വിട്ടപ്പോൾ റെജി മേനോനോടുള്ള ചില ഭിന്നതയെ തുടർന്ന് രാജിവെച്ചു പോകുന്നതുവരെ ഏഷ്യാനെറ്റിനെ വാർത്താ ചാനലാക്കി വളർത്തിയെടുത്തത് BRP ഭാസ്കറായിരുന്നു. 93-ാമത്തെ വയസ്സിൽ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കുന്നതുവരെ BRP ഭാസ്കർ ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ സജീവമായിരുന്നു. 18-ാമത്തെ വയസ്സിൽ ചെന്നൈയിൽ ദ ഹിന്ദു ദിനപത്രത്തിൻ്റെ ട്രെയിനിയായി തുടങ്ങിയ മാധ്യമ പ്രവർത്തനമാണ്. അതിനു മുൻപ് കോളേജിൽ പഠിക്കുമ്പോൾ 16-ാമത്തെ വയസ്സിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൂത്ത് ഏജന്റായിരുന്നു എന്നോർക്കണം. എന്നോട് അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞ കഥകളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്ന്, ബൂത്തിൽ എന്തൊക്കെ പെരുമാറണം, എങ്ങനെ പെരുമാറണം എന്ന് പോളിംഗ് ഓഫീസർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നിയമവിരുദ്ധമായി ആരും വരാൻ പാടില്ലാത്ത വഴിയിലൂടെ ഒരാൾ കടന്നു വരുന്നു. അത് പട്ടം താണുപിള്ളയാണ്. തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയാകാൻ പട്ടം താണുപിള്ള ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. എന്നാൽ ആ നിയമലംഘനം ബാബു ഭാസ്കർ എന്ന 16-കാരൻ ചൂണ്ടിക്കാട്ടുന്നു. ബൂത്ത് ഓഫീസർ അടക്കമുള്ളവർ ഞെട്ടി നിൽക്കുമ്പോൾ തർക്കിക്കാൻ നിൽക്കാതെ നിയമലംഘനം തിരിച്ചറിഞ്ഞ് പട്ടം താണുപിള്ള തിരിഞ്ഞു നടന്നു. 18-ാമത്തെ വയസ്സിൽ മാധ്യമ പ്രവർത്തനം തുടങ്ങി 93-ാമത്തെ വയസ്സ് വരെ തുടർന്നു. ഇന്ത്യ അബ്രോഡ്, IANS തുടങ്ങിയ 2 മാധ്യമ ഏജൻസികൾക്ക് തുടക്കമിട്ടതും ഡെക്കാൻ ക്രോണിക്കിൾ ദിനപത്രത്തിന് തുടക്കമിട്ടതുമൊക്കെ ബാബു ഭാസ്കർ ആയിരുന്നു. സോഷ്യൽ മീഡിയയുടെ കാലം വന്നപ്പോൾ അപ്പോൾ തന്നെ അതിലേക്ക് മാറുകയും സോഷ്യൽ മീഡിയയിലെ മാധ്യമ സാധ്യതകളെക്കുറിച്ച് എല്ലാവരോടും സംസാരിക്കുകയും ചെയ്തു. ഞാൻ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ഇതുണ്ടായത്. അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബ്രിട്ടീഷ് മലയാളി എന്ന ഓൺലൈൻ പോർട്ടൽ ഞാൻ ആദ്യം തുടങ്ങിയതും പിന്നീട് മറുനാടൻ മലയാളിയിലേക്ക് മാറുന്നതും. തുടക്കത്തിൽ മറുനാടൻ മലയാളിയുടെ എഡിറ്റോറിയൽ അഡ്വൈസർ BRP ഭാസ്കറായിരുന്നു. പിന്നീട് അദ്ദേഹം ചില വിയോജിപ്പുകളെ തുടർന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ എക്കാലത്തും നല്ല ബന്ധം തുടരുകയും മുഖം നോക്കാതെ സത്യം വിളിച്ചു പറയുകയും ചെയ്തു. പിണറായിസത്തിൻ്റെ വക്താക്കളായി സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും മാധ്യമപ്രവർത്തകരും മാറിയ കാലത്ത് പിണറായി വിമർശിക്കാൻ ധൈര്യം കാട്ടിയ BRP ഭാസ്കർ പിണറായിസ്റ്റുകളുടെ കണ്ണിലെ കരടായി മാറി. ഇന്നലെ മുളച്ചു പൊന്തിയ സകല അന്തം കമ്മികളും ഈ മഹാനായ മനുഷ്യനെ സോഷ്യൽ മീഡിയയിലൂടെ പച്ചത്തെറി വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം തൻ്റെ നിലപാട് തിരുത്തുകയോ ആരോടും വഴക്കുണ്ടാക്കാൻ പോവുകയോ ആരെയും വെല്ലുവിളിക്കുകയോ ചെയ്തില്ല. തിരുവനന്തപുരത്ത് ചെറുവക്കലിൽ ലാറി ബേക്കർ വെച്ച വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. മകൾ ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി കിട്ടി ചെന്നൈയിലേക്ക് പോയി.
പിന്നീട് പ്രായമായപ്പോൾ മകളോടൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി അദ്ദേഹവും ചെന്നൈയിലേക്ക് താമസം മാറ്റി. പക്ഷെ പൊടുന്നനെ മകൾ ക്യാൻസർ രോഗം ബാധിച്ച് മരിച്ചുപോയി. അങ്ങനെ തമിഴ്നാട്ടുകാരനായ ബാലാജി എന്ന മരുമകനൊപ്പം ബാബു ഭാസ്കറും ഭാര്യയും അവിടെ ജീവിച്ചു. എപ്പോഴൊക്കെ അവസരം കിട്ടുമോ അപ്പോഴൊക്കെ പോയി കാണുകയും മിക്കവാറും വിളിക്കുകയും ചെയ്യുന്നത് എൻ്റെ ശീലമായിരുന്നു. അതിനിടയിൽ പ്രായാധിക്യത്താൽ ബാബു സാറിൻ്റെ ഭാര്യ മരിക്കുന്നു. മരുമകന് മകളോടൊപ്പം അമേരിക്കയിലേക്ക് പോവേണ്ടി വരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ സാഹചര്യത്തിൽ ഞാൻ അവിടെ പോയി ഒന്നിലധികം തവണ കാണുകയും തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ജൂൺ മാസം തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റാൻ ധാരണയായിരിക്കുമ്പോഴാണ് പിണറായിയുടെ പോലീസ് എനിക്കെതിരെ കള്ളക്കേസുകളുടെ പരമ്പര തന്നെ എടുക്കുന്നത്. എന്നെ ഇല്ലാതാക്കാൻ പോലീസ് കളത്തിലിറങ്ങിയതോടെ എനിക്ക് 2 മാസത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു. ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം ചെന്നൈയിലെ ഒരു വൃദ്ധസദനത്തിലേക്ക് മാറിയിരുന്നു. അവിടെ പോയി പലതവണ അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നു. പക്ഷെ ആരുടെയും വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വൃദ്ധസദനം തനിക്ക് വേണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരുമകൻ ബാലാജി തന്നെ ആ വൃദ്ധസദനം തിരുവനന്തപുരത്ത് പുളിയറക്കോണത്ത് കണ്ടെത്തി കൊടുക്കുന്നു. തിരുവനന്തപുരത്ത് താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിലായിരുന്നു അദ്ദേഹം ആദ്യ ദിവസം വന്ന് താമസിച്ചത്. അന്ന് തന്നെ എന്നെ വിളിക്കുകയും ഞാൻ അവിടെ പോവുകയും ചെയ്തു. പിറ്റേ ദിവസം പുളിയറക്കോണത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ അന്ന് ഒരു കേസ് ആവശ്യത്തിന് വേണ്ടി എനിക്ക് കോടതിയിൽ പോവേണ്ടതുകൊണ്ട് സാധിച്ചില്ല. ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മറ്റാരുടെയോ സഹായത്തോടെ അദ്ദേഹം പുളിയറക്കോണത്തേക്ക് മാറുന്നു. പിന്നീട് അനേകം തവണ ഞാൻ അദ്ദേഹത്തെ പുളിയറക്കോണത്ത് പോയി കണ്ട് സംസാരിക്കുമായിരുന്നു. ആ വൃദ്ധസദനത്തിൽ താമസിക്കുമ്പോഴും ഭൂതക്കണ്ണാടിയുടെ സഹായത്തോടെ അദ്ദേഹം പുസ്തകം വായിക്കുമായിരുന്നു. അദ്ദേഹത്തിന് പുസ്തകം വായിച്ചു കൊടുക്കാൻ സഹായികൾ ഉണ്ടായിരുന്നു. എഴുതാനുള്ളത് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുമായിരുന്നു. ആഴ്ചയിൽ 2-3 ദിവസം എന്നെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. തിരക്കിനിടയിൽ വിളിക്കാൻ മറന്നുപോയാൽ എന്നാ ഇനി വരുന്നത് എന്ന് ചോദിച്ചു വിളിക്കുന്നത് അദ്ദേഹത്തിന് ശീലമായിരുന്നു. അതിനിടയിൽ അടിയന്തരമായി എനിക്ക് UK പോരേണ്ടി വന്നു. അതിനുശേഷം അനേകം തവണ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടാവാം. 2-3 ദിവസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും വിളിക്കുക അദ്ദേഹത്തിന് ശീലമായിരുന്നു. അനേകം തവണ വിളിച്ച് കിട്ടാതെയാവാം അദ്ദേഹം ഇപ്പോൾ മരണത്തിലേക്ക് പോയത്. ആ സങ്കടവും വേദനയും എനിക്കുണ്ട്. എല്ലാ ദിവസവും വിളിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ടെങ്കിലും ഇവിടുത്തെ സാഹചര്യം മൂലവും സമയവ്യത്യാസം മൂലവും സാധിക്കാതെ പോകുന്നു. തിരിച്ചു വരുമ്പോൾ ആദ്യം പോയി കാണണം എന്നോർത്തിരുന്നതാണ്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ BRP ഭാസ്കർ അന്തരിച്ചു എന്ന സ്ക്രോൾ കാണുന്നത്. എല്ലാവരും തെരഞ്ഞെടുപ്പ് ബഹളത്തിലേക്ക് പോയതുകൊണ്ട് ആ മരണവാർത്ത പോലും വേണ്ടതുപോലെ ആരും കൊടുത്തില്ല. വാസ്തവത്തിൽ BRP ഭാസ്കറിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് അന്തസ്സുള്ള ആദരവുള്ള ഒരു മരണം കിട്ടുക എന്നതായിരുന്നു. മദ്രാസിലാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ ആരും തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. തിരുവനന്തപുരത്താണെങ്കിൽ മഹാനായ മനുഷ്യൻ്റെ ശിഷ്യഗണങ്ങൾ തന്നെ രാജ്യത്തെ എല്ലാ പത്രസ്ഥാപനങ്ങളിലും ഉള്ളതുകൊണ്ട് തന്നെ ഓടിയെത്തുമെന്നും അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നും കരുതി. പക്ഷേ പൊടുന്നനെ അദ്ദേഹം മരിക്കുകയും തെരഞ്ഞെടുപ്പിന് ഫലം വരുന്ന അന്ന് തന്നെ ഉള്ളൂരിലുള്ള ബന്ധുവീട്ടിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം പ്രസ് ക്ലബിലും കുറച്ചു നേരം വെച്ച് ശാന്തി കവാടത്തിൽ ദഹിപ്പിക്കുകയും ചെയ്തു. എനിക്ക് പോലും പോയി കാണാൻ സാധിച്ചില്ല. മറുനാടിന് വേണ്ടി റീത്ത് വയ്ക്കാൻ പോയ രാജ്മോഹൻ പറഞ്ഞത് അധികം ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെന്നും ഒരു പ്രമുഖനും ഒരു MLAയും ഒരു MPയും ഒരു സാഹിത്യകാരനും അദ്ദേഹത്തെ കാണാൻ എത്തിയില്ലെന്നുമാണ്. വഴിയെ പോകുന്ന ഈനാമ്പേച്ചിക്കും മരപ്പെട്ടിക്കും വരെ സംസ്ഥാന ബഹുമതി കൊടുക്കുന്ന സർക്കാർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ ഒരു ബഹുമതിയും കൊടുത്തില്ല. അത് ബോധപൂർവമാണ്. പിണറായിക്കെതിരെയും പിണറായിസത്തിനെതിരെയും അദ്ദേഹം പലപ്പോഴും തൻ്റെ കുറിപ്പുകളിലും ലേഖനങ്ങളിലും എഴുതുമായിരുന്നു. അതുകൊണ്ട് അന്തം കമ്മികൾക്ക് ബാബു ഭാസ്കറിനെ കണ്ടുകൂടായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ മാധ്യമപ്രവർത്തകനെ ബോധപൂർവം സർക്കാർ ഒരു ആദരവും കൊടുക്കാതെ അവഗണിച്ചു. ന്യൂസ് റൂം എന്ന പേരിൽ 2 വർഷം മുമ്പ് അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനവും അദ്ദേഹം തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇത്തരത്തിൽ പല പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിലൂടെ ചരിത്രാതീത കാലത്തോളം ഇന്ത്യൻ മാധ്യമ പ്രവർത്തന ചരിത്രത്തിലെ അഭിമാന സ്തംഭമായി BRP ഭാസ്കർ സാർ തുടരുമെന്ന് എനിക്ക് തീർച്ചയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗുരുതുല്യനാണ്. മറുനാടൻ മലയാളി എന്ന പേര് ഞാൻ തുടങ്ങിയ മാധ്യമ സ്ഥാപനത്തിന് നൽകിയതുപോലും BRP ഭാസ്കർ ആയിരുന്നു. പല പേരുകളും ഞാൻ പരീക്ഷിച്ചെങ്കിലും പ്രവാസികൾക്ക് പറ്റിയ പേര് മറുനാടൻ മലയാളിയാണ് എന്ന് BRP ഭാസ്കർ പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുകയായിരുന്നു. മഹാനായ മനുഷ്യൻ മലയാള ഭാഷയും സംസ്കാരവും അവശേഷിക്കുന്നിടത്തോളം കാലം ചരിത്രത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുമെന്ന് തീർച്ചയാണ്. ആദരാഞ്ജലികൾ.